കാരുണ്യനാഥ കൃപാമഴയെന്നും വർഷിപ്പിക്ക് കാരാഗ്രഹമിൽ പരീക്ഷണലോകം വിജയിപ്പിക്ക് ഹൃദയുടെ കയമിലിതാ ഞാൻ പാടുന്നേ എൻ പാട്ടിലെല്ലാം പരമതയാം പരനെ ഞാൻ തേടുന്നേ കാരുണ്യനാഥ കൃപാമഴയെന്നും വർഷിപ്പിക്ക് കാരാഗ്രഹമിൽ പരീക്ഷണലോകം വിജയിപ്പിക്ക്. ഹായ്, അസ്സലാമു അലൈക്കും. രാവിലെ കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ പരിപാടി ഇതാണ്. കുറച്ച് വെള്ളം ആദ്യം നല്ലോണം കുടിക്കും. എന്നിട്ട് പിന്നെ ചോറ് കറികളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കുക്കറിൽ ചോറ് വെക്കാൻ പോകുകയാണ്. അങ്ങനെ കുക്കറിൽ ചോറൊക്കെ അരിയൊക്കെ ഇട്ട് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അത് കുറച്ച് ചോറുണ്ടായിരുന്നത് തിളപ്പിച്ച് ഊറ്റിയതാണ് കേട്ടോ. അങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ച് അതവിടെ കിടന്ന് വേവട്ടെ. ഞാൻ കീസ് ഉണ്ടില്ലേ, അതിൽ കുറച്ച് ചീര ഉണ്ട്. അപ്പോൾ കുറച്ച് ചീരക്കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിന് കുറച്ച് ഉള്ളി ആവശ്യമുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ കറി ഉണ്ടാക്കാൻ ഒരു കുക്കറിൽ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ചീര പരിപ്പൊക്കെ ഇട്ടിട്ടാണ് കറി വെക്കുന്നത്, സാമ്പാർ രൂപത്തിൽ. അങ്ങനെ പരിപ്പൊക്കെ കഴുകി കുറച്ച് ഉള്ളി അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചോറൊക്കെ ഒരു വിസിലൊക്കെ വന്ന് തീയൊക്കെ അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചീര ഇട്ട് കൊടുത്ത് പരിപ്പൊക്കെ ചീരയും തണ്ടൊക്കെ ഉള്ളതാണ്, തണ്ടുള്ള ചീരയാണ്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അത് ഗ്യാസിൽ വെച്ചിട്ട് അപ്പോൾ അതിന് ചോറൊക്കെ വെന്ത് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പൊടി, സാമ്പാർ രൂപത്തിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സാമ്പാർ പൊടി കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അടച്ച് വെക്കാൻ പോവാണ്. അങ്ങനെ കറിയൊക്കെ അവിടെ അടച്ച് വെച്ചു. അതവിടെ കടന്ന് വേവുന്നുണ്ട്. കുറച്ചും കൂടി ഉള്ളി ഉണ്ട്, അതുകൊണ്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ അടുത്ത കറി ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ട കൊണ്ട് മുട്ടി ഉള്ളിയിട്ട് ഒരു മുട്ടപ്പേരി എന്ന് പറയും. അങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഉള്ളിയും കൂടി അരിഞ്ഞെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കറിയൊക്കെ അവിടെ കിടന്ന് വേവുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ചെറിയ തീയിലിട്ട് അവിടെ വെക്കുകയാണ്. നല്ലോണം ഒന്ന് വാടി വരട്ടെ. അപ്പം അങ്ങനെ ഇതൊക്കെ ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം കാശ്മീരി പൊടി, എനിക്ക് എല്ലാത്തതും കാശ്മീരി പൊടിയാണ് ആവശ്യം. അങ്ങനെ 2 സ്പൂൺ കാശ്മീരി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട 2-3 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കുകയാണ്, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചോറും കറിയും ഒക്കെ എല്ലാം ഒപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മളെ ചീരക്കറിയൊക്കെ അവിടെ റെഡിയായി, വിസിലൊക്കെ പോയി. അപ്പം ഞാൻ അതൊന്ന് താളിക്കണം. അപ്പം കണ്ടില്ലേ, മുട്ടപ്പേരി ഇങ്ങനെ ഈ രൂപത്തിലുണ്ട്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ വറുത്ത് നമ്മളെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ അത്. അതൊക്കെ നല്ലോണം ഒന്ന്
മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടില്ല കറി നല്ല രസമാണ് ഈ കറി. ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മാങ്ങയൊക്കെ ജാറിലിട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് മിക്സിയിൽ അരക്കുന്നുണ്ട്. അങ്ങനെ അത് മിക്സിയിൽ അരച്ചെടുത്ത് വരട്ടെ. എന്നിട്ട് പിന്നെ അതൊന്ന് ചെയ്യാനുണ്ട്. കണ്ടില്ലേ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തി. ഇനി ഇതൊന്ന് കടുക് വറുക്കാൻ പോവുകയാണ്. കടുക് വറുക്കണം, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. അങ്ങനെ ചെറിയ ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അങ്ങനെ ചമ്മന്തി അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൊണ്ടു, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല രസമാണ് അത് കഴിക്കാൻ. ഓക്കെ ബായ്.